പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. UGC നെറ്റ് എക്സാമിനേഷൻ്റെ പേപ്പർ ഫസ്റ്റിൽ വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ടീച്ചിങ്, നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാട്ട് ഈസ് ടീച്ചിങ്? In education, teaching is a concerted sharing of knowledge and experience. Teaching എന്ന് പറയുന്നത് it is a concerted എന്ന് വെച്ചാൽ combined sharing of knowledge and experiences. നമ്മുടെ നോളജിൻ്റെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെയും കൂടിയുള്ള ഒരു ഷെയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് യൂഷ്വലി organized within a discipline and more generally the provision of stimulus to the psychological and intellectual growth of a person by another person or artifact. ടീച്ചിങ് നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ഓഫ് സ്റ്റിമുലസ് ടു ദ സൈക്കോളജിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഓഫ് എ പേഴ്സൺ ബൈ അനദർ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്തിന് വേണ്ടി സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് വേണ്ടി സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയും എന്ന് പറയാൻ നമ്മൾക്ക് ടീച്ചിങ് എന്ന് പറയാൻ പറ്റും. ഇനി ടീച്ചിങ്ങിൻ്റെ രണ്ട് ഡെഫിനിഷൻ നോക്കാം. HC മോറിസൺ ടീച്ചിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ടീച്ചിങ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ വൺ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്യൂർ വൺ. എന്താണ് ടീച്ചിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് കോണ്ടാക്റ്റാണ് അത്. ആ രണ്ട് വ്യക്തികൾ എങ്ങനെയാണ്? വൺ ഈസ് മെച്യൂർ ആൻഡ് ദ അതർ ഈസ് ലെസ് മെച്യൂർ. ഒരു വ്യക്തിക്ക് മെച്യൂർ പേഴ്സണാലിറ്റി ഉണ്ട്, മറ്റു വ്യക്തിക്ക് ആ വ്യക്തിയെക്കാളും കുറച്ച് ലെസ് മെച്യൂർ പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അത്തരത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് കോണ്ടാക്റ്റിനെയാണ് ടീച്ചിങ് എന്ന് HC മോറിസൺ പറയുന്നത്. ഇനി ജാക്സൺ എങ്ങനെയാണ് ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ടീച്ചിങ് ഈസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ, വൺ ഓഫ് whom intend to effect certain changes in the other participants. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്. രണ്ടോ അതിലധികമോ ഉള്ള വ്യക്തികളുടെ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൽ ഒരു വ്യക്തി വൺ ഓഫ് whom intend to effect certain changes in the other parties. അല്ല, ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ്? ടു മേക്ക് certain ചേഞ്ചസ്, മറ്റു വ്യക്തിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും അതിലെ ഒരു ആളുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഫേസ് ടു ഫേസ് എൻകൗണ്ടറിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്നാണ് ജാക്സൺ പറയുന്നത്. ഓക്കെ, ടീച്ചിങ് ഈസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ, വൺ ഓഫ് whom intend to effect certain change in the other participants. Okay, next, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ പറയുന്നത് ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സ്. എന്തുകൊണ്ടാണ് ടീച്ചിങ്ങിനെ ഒരു സോഷ്യൽ പ്രോസസ്സാക്കി കണക്കാക്കുന്നത്? ബിക്കോസ് ടീച്ചിങ് ഈസ് അണ്ടർടേക്കൺ ഫോർ ദ സൊസൈറ്റി ആൻഡ് ബൈ ദ സൊസൈറ്റി. അല്ലേ, സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്നാൽ. സൊസൈറ്റിയിലെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ ഐഡിയൽസ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൂടി ടീച്ചിങ്ങിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ. അപ്പോൾ വിത്ത് എവർ ചേഞ്ചിങ് സോഷ്യൽ ഐഡിയാസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിസ്ക്രൈബ് എക്സാക്റ്റ് ആൻഡ് പെർമനൻറ്റ് നേച്ചർ ഓഫ് ടീച്ചിങ്. നമ്മൾക്കൊരിക്കലും ടീച്ചിങ്ങിൻ്റെ ഒരു പെർമനൻറ്റ് നേച്ചർ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല, അല്ലേ. നമ്മൾ ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് നോളജിലാണെങ്കിലും ശരി, നമ്മുടെ കൾച്ചറിലാണെങ്കിലും ശരി, നമ്മുടെ ഐഡിയൽസിലാണെങ്കിലും ശരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക്
പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സ്. അതൊരു സോഷ്യൽ പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം. കാരണം ടീച്ചിങ് ഈസ് അണ്ടർടേക്കൺ ഫോർ ദ സൊസൈറ്റി ആൻഡ് ബൈ ദ സൊസൈറ്റി. അതുകൊണ്ട് നമുക്ക് ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ടീച്ചിങ് ഈസ് ഗിവിങ് ഇൻഫോർമേഷൻ. എന്താണ്? ടീച്ചിങ് ടെൽസ് സ്റ്റുഡൻസ് അബൌട്ട് ദ തിങ്സ് ദേ ഹാവ് ടു നോ ആൻഡ് സ്റ്റുഡൻസ് കനോട്ട് ഫൈൻഡ് ദംസെൽഫ്. എന്താണ്? കുട്ടികളോട് അവർക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ടീച്ചിങ്ങിലൂടെ നമ്മൾ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് നോളേജ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോളേജ്. നമ്മൾ നോളേജ് കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ടീച്ചിങ്. സോ വി ക്യാൻ സേ ദാറ്റ് ടീച്ചിങ് ഈസ് ഗിവിങ് ഇൻഫോർമേഷൻ. നമ്മൾ ടീച്ചിങ്ങിലൂടെ ഇൻഫോർമേഷൻസ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ടീച്ചിങ് ഈസ് ആൻ ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ്. ടീച്ചിങ് ഈസ് ആൻ ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ് ബിറ്റ്വീൻ ദി സ്റ്റുഡൻറ്റ് ആൻഡ് ദി ടീച്ചിങ് റിസോഴ്സസ്. അല്ലേ? ടീച്ചിങ് ഈസ് എ ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ് ബിറ്റ്വീൻ സ്റ്റുഡൻറ്റ് ആൻഡ് ദി ടീച്ചിങ് സോഴ്സസ് and it is essential for the guidance, progress and the development of the students. ഇതൊരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ്. ആ ഇൻട്രാക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ഗൈഡൻസ് ഫോർ ദ സ്റ്റുഡൻസ്. ഇറ്റ് ഗിവ്സ് സം പ്രോഗ്രസ് ടു ദ സ്റ്റുഡൻസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ആ ഇൻട്രാക്ഷൻ്റെ ഫലമായി ഗൈഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ പ്രോഗ്രസീവ് ഡെവലപ്മെൻ്റ് ആയിരിക്കാം കുട്ടികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നത്. അല്ലേ? അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സാണ്. സ്റ്റുഡൻറ്റും ടീച്ചിങ് റിസോഴ്സസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ടീച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ഇൻ അഡീഷൻ ടു പ്രൊവൈഡിങ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് കരിക്കുലർ ഔട്ട്കംസ്, ടീച്ചിങ് emphasizes the development of values and guide students in their social relationship. ടീച്ചിങ് എന്ന് പറയുന്നത് കരിക്കുലം കൺവേ ചെയ്യുക എന്ന് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അല്ലേ? അതിനോടൊപ്പം തന്നെ വാല്യൂസ് ഡെവലപ്മെൻറ്റിന് കൂടി ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് എംപ്ലോയ് പ്രാക്ടീസസ് ദാറ്റ് ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇൻ സ്റ്റുഡൻസ്. എങ്ങനെയായിരിക്കണം ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ ടീച്ചിങ് നടത്തേണ്ടത്? ദാറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇൻ സ്റ്റുഡൻസ്. കുട്ടികളിൽ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് വളർത്തുന്നതിന് സഹായമാകുന്ന രീതിയിലായിരിക്കണം ടീച്ചിങ് ക്ലാസ് റൂമുകളിൽ നടത്തേണ്ടത്, അല്ലേ? ഓൾദോ ദ വർക്ക് ഓഫ് ടീച്ചേഴ്സ് typically takes place in classroom setting, the direct interaction between teacher and student is a single most important elements in teaching. ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? നമ്മൾ ടീച്ചിങ് നടത്തുന്നത് എന്താണ്? ഒരു ക്ലാസ് റൂം സെറ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ നമ്മൾ കരിക്കുലർ കണ്ടൻറ്റ് മാത്രമല്ല, മറിച്ച് വി ആർ കൺവേയിങ് വാല്യൂസ് വിച്ച് ആർ നെസസറി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. അതുകൊണ്ടാണ് ടീച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടീച്ചിങ് കോസസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. ടീച്ചിങ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷന് കാരണമാകുന്ന ഒരു പ്രോസസ്സാണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ അവസാനത്തിൽ ലേണറുടെ ബിഹേവിയറിൽ മാറ്റം സംഭവിക്കുക എന്നതുകൂടി ടീച്ചിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ടീച്ചിങ് കോസസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അതുപോലെ തന്നെ സയൻസാണ്. എന്തുകൊണ്ടാണ് ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്? It is an art in that the teachers must bring themselves fully into their teaching. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചറുടെ മാക്സിമം പൊട്ടൻഷ്യൽ ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കൊണ്ടുവന്നാലാണ് ആ ടീച്ചിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ്
ഇഫക്റ്റീവായി മാറുകയാണ്. നമ്മൾക്കറിയാം പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സുകളുണ്ട്. ആ എല്ലാ മെത്തേഡുകളും എല്ലാ ടീച്ചേഴ്സിനും സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഒരു ടീച്ചർക്ക് ഒരു മെത്തേഡ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ മെത്തേഡിലൂടെ നല്ല രീതിയിൽ കുട്ടികളോട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ ചില മെത്തേഡ്സുകൾ അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല, അല്ലേ? അപ്പോൾ ടീച്ചർ എന്ത് വേണം? ടീച്ചേഴ്സ് ഈ ഏത് മെത്തേഡാണോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നിരന്തരം ഒബ്സർവേഷനിലൂടെ കണ്ടെത്തണം. എന്നിട്ട് അതിലൂടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇഫക്റ്റീവാക്കി മാറ്റണം. ആൻഡ് ടീച്ചിങ് ആസ് സയൻസ്. എന്തുകൊണ്ടാണ് ടീച്ചിങ്ങിന് ഒരു സയൻസായിട്ട് കണക്കാക്കുന്നത്? റിസർച്ചേഴ്സിനെ പോലെ തന്നെ ടീച്ചറും പുതിയ പുതിയ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട്, പുതിയ പുതിയ അപ്രോച്ചസുകൾ ഉപയോഗിച്ചിട്ട് ഏതാണ് അവരുടെ ലേണേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് കണ്ടെത്തണം, അല്ലേ? അതിന് ഓരോ മെത്തേഡുകളും മാറി ഉപയോഗിച്ച് ഏതാണ് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ടീച്ചിങ്ങിൽ തൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കണ്ടെത്തുകയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും അപ്രോച്ചസും ഒക്കെ ഉപയോഗിച്ചിട്ട് ലേണിങ്ങിനെ ഇഫക്റ്റീവായിട്ട് മാറ്റാൻ കഴിയുകയും ചെയ്യണം, അല്ലേ? അപ്പം അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, ടീച്ചിങ് ഈസ് ഫേസ് ടു ഫേസ് എൻകൗണ്ടർ. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഫേസ് ടു ഫേസ് എൻകൗണ്ടറാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻറ്റ് ആൻഡ് ദി റിസോഴ്സ്, ടീച്ചിങ് റിസോഴ്സ്, അല്ലേ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ടീച്ചിങ് ഈസ് ഒബ്സർവബിൾ, മെഷറബിൾ ആൻഡ് മോഡിഫയബിൾ. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വി ക്യാൻ മോഡിഫൈ ആൻഡ് വി ക്യാൻ മെഷർ, അല്ലേ? നമ്മൾക്ക് മെഷർ ചെയ്യാം, എത്ര ഇഫക്റ്റീവ് ആണോ അല്ലാച്ചെങ്കിൽ നമ്മൾക്കതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ടീച്ചിങ് ഈസ് സ്കിൽഡ് ഓക്യുപ്പേഷൻ. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് സ്കില്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? മൈക്രോ ടീച്ചിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സ്കില്ലുകളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്കില്ലുകൾ നമ്മൾ ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഉപയോഗിച്ചാലേ ടീച്ചിങ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ജനറൽ മെത്തേഡ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ജനറൽ സ്കിൽസുകളെ കുറിച്ച് ആ ടീച്ചർ ബോധവാനായിരിക്കണം. കാരണം ഇറ്റ് ഈസ് എ സ്കിൽഡ് ഓക്യുപ്പേഷൻ. ആ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ടീച്ചിങ്ങിനെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ടീച്ചിങ് ഫെസിലിറ്റേറ്റ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ് ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമ്മൾക്കറിയാം, ടീച്ചിങ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, സ്കിൽസ് ആൻഡ് ആട്രിബ്യൂട്ട് designed to provide unique service to meet the education needs of the individual and the society. ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ അപ്ലൈയിങ് നോളേജ്, സ്കിൽസ് ആൻഡ് ആട്രിബ്യൂട്ട് ടു ദ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദി ഡിമാൻഡ്സ് ഓഫ് ദി സൊസൈറ്റി, അല്ലേ? സൊസൈറ്റിയുടെ ഡിമാൻഡ്സിന് അനുസരിച്ച് നമ്മൾ എഡ്യൂക്കേഷണൽ നീഡ്സ് ഇൻഡിവിജ്വലിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നു, അല്ലേ? ദി ചോയ്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് വെയർ ബൈ ദ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആർ റിയലൈസ്ഡ് ഇൻ ദി സ്കൂൾ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ടീച്ചിങ് പ്രൊഫഷൻ. എന്താണ് നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഗോൾസ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് റിയലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, എഡ്യൂക്കേഷൻ ഗോൾസ് റിയലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ടീച്ചിങ് പ്രൊഫഷൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിലൂടെ ലേണിങ്ങിന് സപ്പോർട്ടാവും ഇത്തരത്തിലുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന് സഹായകമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൂടി നമ്മൾ ആ വ്യക്തിയിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കുന്നു ടീച്ചിങ്ങിലൂടെ.
Next one, assimilation of lessons. Teaching does not stop at delivering lectures and giving home tasks to the students. It has to be responsible for the assimilation of what is taught to the students. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ലെക്ചറിങ് നടത്തി അതുമായി ബന്ധപ്പെട്ടൊരു ടാസ്ക് കൊടുത്തു, അതിൽ നിൽക്കുന്നില്ല ടീച്ചിങ് എന്ന് പറയുന്നത്. It is the responsibility of a teacher to ensure the new knowledge is assimilated to his existing cognitive structure. ആ വ്യക്തിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ലഭിച്ച ഇൻഫോർമേഷൻസ് അസിമുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടത് ഒരു ടീച്ചറുടെ കടമയാണ്, ഒരു ടീച്ചിങ്ങിൻ്റെ കടമയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അസിമുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ ന്യൂ നോളേജ് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറുമായിട്ട് അസിമുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ടീച്ചിങ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയായിരിക്കണം? പ്ലസൻ്റ് ആയിരിക്കണം. പ്ലസൻ്റ് ആണെങ്കിലാണ് ഒരു സ്റ്റുഡൻറ്റിന് ആ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്ത ഇൻഫോർമേഷൻസ് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. എന്താണ് പഠിപ്പിച്ചെങ്കിൽ അത് ഗ്രാസ്പ് ചെയ്തെടുക്കാനും അവരുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറുമായിട്ട് അസിമുലേറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വൺ, ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്. One of the primary objectives of teaching is to make the environment of the place of teaching more friendly and conducive to learning. ഒരു ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലെ എൻവയോൺമെൻറ്റ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ ലേണിംഗ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നത് അല്ലേ. ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ആ ക്ലാസ്സിലിരിക്കാനും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും വളരെ താല്പര്യമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് കൊണ്ട് ടീച്ചർ ഇറിറ്റേറ്റഡ് ആവരുത്. കുട്ടികൾ ക്ലാസ്സിൽ ഭയങ്കര ബഹളം വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ടീച്ചേഴ്സിനും ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളുടെയും കൂടിയുള്ള ഒരു കോപ്പറേഷനാണ് ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് നല്ലതാക്കുന്നത് അല്ലേ. ടീച്ചറും അതുപോലെ തന്നെ കുട്ടികളും കോപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്ലി ആയിട്ടിരുന്നാലാണ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റും ഫ്രണ്ട്ലി ആവുന്നത്. ഓക്കെ, അപ്പോഴാണ് ലേണിങ്ങും എൻഹാൻസ് ചെയ്യുകയുള്ളൂ. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലസ് വൺ, ടീച്ചർ നോളേജ്, എന്തൂസിയാസം ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ്. ടീച്ചേഴ്സിൻ്റെ നോളേജ്, അതുപോലെ തന്നെ അവർക്ക് അതിനോടുള്ള താല്പര്യം, അവർക്ക് അതിനോടുള്ള റെസ്പോൺസിബിലിറ്റി, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു ടീച്ചിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അടുത്തെന്താണ്? ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ദെൻ അസസ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമ്മളെങ്ങനെയാണ് ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ അസസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, അതുപോലെ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഒരു ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കില്ലെന്ന് പറയുന്നത്. എന്താണ്? ഒരു സ്കിൽഡ് ടീച്ചറാണെങ്കിൽ അവർ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ടീച്ചിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കറിയാം ഒരുപാട് ടീച്ചിങ് സ്കില്ലുകളൊക്കെ ഉണ്ട്. ആ ടീച്ചിങ് സ്കില്ലുകളൊക്കെ നല്ല രീതിയിൽ ഉള്ള ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർക്ക് ഇഫക്റ്റീവായിട്ട് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊന്നാണ് ടീച്ചറുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഓഫ് എ ടീച്ചർ ആൾസോ അഫക്റ്റ് ടീച്ചിങ്. ആഫ്റ്റർ ഇൻക്രീസിങ് ടീച്ചിങ് എക്സ്പീരിയൻസ്, എ ടീച്ചർ ലേൺസ് മെനി ന്യൂ തിങ്സ് ഇൻ ടീച്ചിങ് എക്സ്പീരിയൻസ് വിച്ച് ഹീ ക്യാൻ എംപ്ലോയ് ഇൻ നെക്സ്റ്റ് ടൈം ടീച്ചിങ്. നമ്മൾ ഒരുപാട് ടീച്ചിങ് എക്സ്പീരിയൻസ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും അല്ലേ. എന്നിട്ട് എന്താണ്, അടുത്ത തവണ നെക്സ്റ്റ് ടൈം നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ ഒരു ടീച്ചിങ് ലേണിങ്ങിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണോ അതോ നമ്മളെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണോ, അതൊക്കെ നമ്മുടെ ടീച്ചിങ്ങിനെ ബാധിക്കും അല്ലേ. കുട്ടികളുടെയും അതുപോലെ തന്നെ ടീച്ചറുടെയും
ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് ഇൻട്രാക്ഷൻ നടക്കുമ്പോഴാണ് ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് നല്ലതായിട്ട് മാറുന്നത്. അപ്പോൾ അതിലൂടെയാണ് ടീച്ചിങ് നല്ലതായിട്ട് മാറുന്നത്. Economic background of teacher and student is also affected teaching. Even salary of teachers affect on his thinking level. Poor and rich students can also classify economically, and sometimes this affect on effective teaching. ടീച്ചിങ് സാലറിയുടെ കാര്യം വെച്ചിട്ടും ഒരു സാലറിയൊക്കെ കുറവാണെച്ചെങ്കിൽ ഒരു പക്ഷേ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞേക്കാം അല്ലേ. അതുപോലെ തന്നെ കുട്ടികളെ തന്നെ ഈ എക്കണോമിക് ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിച്ച് പുവർ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ഓൾസോ അഫക്റ്റ് ടീച്ചിങ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഓഫ് സ്കൂൾ ഓർ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി. ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്താണ് ടീച്ചേഴ്സ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊന്നും ഒരു പക്ഷേ കൺവേ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഓൾസോ അഫക്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് വാണ്ട് ടു ഇൻസ്ട്രക്ട് with his way, but administrative policies is not allowed, so the voice of teach can stop and affect the teaching may slow in the classroom. അല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങളൊന്നും ക്ലാസ് റൂമിൽ അലൗഡ് അല്ല വെച്ചെങ്കിൽ, അത് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് അതിന് എഗെയിൻസ്റ്റ് ആണെച്ചെങ്കിൽ ഒരു പക്ഷേ ടീച്ചർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതും എന്തിനെ അഫക്റ്റ് ചെയ്യും? ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പാരൻ്റൽ എക്സ്പെക്റ്റേഷൻസ്. ഇഫ് ദ പാരൻറ്റ്സ് വാണ്ട് ടു ഫ്രെയിം അപ്പ് ഹിസ് ചിൽഡ്രൻ ഡോക്ടർ ഓർ എഞ്ചിനീയർ ആൻഡ് കണ്ടിന്യൂലി സ്ട്രെസ്സസ് സ്റ്റുഡൻസ്, sometimes students not at that rank, so mentally he can create depression and which can stop effective teaching of the teacher. അല്ലേ, പാരൻ്റൽ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. കുട്ടികൾ അവരുടെ എബിലിറ്റിനേക്കാൾ കൂടുതൽ അവരിൽ നിന്ന് പാരൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടി ഡിപ്രസ്ഡ് ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ ക്ലാസ് റൂമിൽ അത്തരത്തിലുള്ളൊരു കുട്ടി ഉണ്ട് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടെങ്കിൽ അതും ഇഫക്റ്റീവ് ടീച്ചിങ്ങിനെ ബാധിക്കാം. അടുത്തത് സബ്ജക്റ്റ് മാറ്റർ. സംടൈംസ് വെൻ എ ടീച്ചർ ടീച്ചസ് ദാറ്റ് സബ്ജക്റ്റ് in which he is not specialized, he cannot create any effect through his teaching, but some teacher can teach us his specialized subject in better way. സ്പെഷ്യലൈസേഷൻ ചില സബ്ജക്റ്റുകളിൽ ഇല്ലാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ ആ ഒരു സബ്ജക്റ്റാണ് ക്ലാസ് റൂമിൽ ടീച്ചിങ് നടത്തുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് അവർക്കൊരു പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരും അല്ലേ. എന്നാൽ സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റാണ് ഒരു ക്ലാസ് റൂമിൽ അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സബ്ജക്റ്റിലാണോ അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതും ടീച്ചിങ്ങിനെ ബാധിക്കുന്നൊരു കാര്യം. അടുത്തത്, എങ്ങനെയാണ് ഒരു ടീച്ചിങ് ഇഫക്റ്റീവായിട്ട് മാറ്റാൻ നമ്മൾക്ക് കഴിയുക, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ബിഗിൻസ് ക്ലാസ് പ്രോംപ്റ്റ്ലി ആൻഡ് ഇൻ എ വെൽ ഓർഗനൈസ്ഡ്. എന്താണ്, ക്ലാസ് പ്രോംപ്റ്റ്ലി ആയിരിക്കണം, ഒരു വെൽ ഓർഗനൈസ്ഡ് വേയിലൂടെ ആയിരിക്കണം നമ്മൾ ബിഗിൻ ചെയ്യേണ്ടത്. ആൻഡ് ട്രീറ്റ് സ്റ്റുഡൻസ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് കെയറിങ്. കുട്ടികളോട് റെസ്പെക്റ്റും കെയറിങ്ങും നമ്മൾ കാണിക്കണം. പ്രൊവൈഡ് സിഗ്നിഫിക്കൻറ്റ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫോർമേഷൻ ടു ബി ലേൺഡ്. എന്താണ്, നമ്മൾ പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രൊവൈഡ് ക്ലിയർ എക്സ്പ്ലനേഷൻസ്. അവർക്ക് ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഹോൾഡ് അറ്റൻഷൻ ആൻഡ് റെസ്പെക്റ്റ് ഓഫ് സ്റ്റുഡൻസ്. എന്താണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കാട് കയറി പോകാൻ പാടില്ല. കുട്ടികളുടെ അറ്റൻഷൻ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കണം നമ്മളവർക്ക് കൊടുക്കേണ്ടത്. അടുത്തത്, യൂസേഴ്സ് ആക്റ്റീവ് ഹാൻഡ്സ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ്. നമ്മൾ ക്ലാസ് റൂമുകളിൽ പലപ്പോഴും എക്സാമ്പിൾ പറയുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കുക.
അല്ലേ? അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അവർക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ലേണിംഗ് എക്സ്പീരിയൻസസുകൾ കൊടുക്കുക. അടുത്തത് വേരീസ് ഹിസ് ഓർ ഹെർ ഇൻസ്ട്രക്ഷൻ ടെക്നിക്സ്. എന്താണ്, നമ്മൾ സ്ഥിരമായി ഒരേ രീതിയിൽ തന്നെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബോറടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ ടെക്നിക്സുകൾ, ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കും. ആൻഡ് പ്രൊവൈഡ് ക്ലിയർ സ്പെസിഫിക് എക്സ്പെക്റ്റേഷൻസ് ഫോർ അസൈൻമെൻറ്റ്. എന്താണ് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ അസൈൻമെൻറ്റിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്, എന്താണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പ്രൊവൈഡ് ഫ്രീക്വൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻറ്റ് ഓൺ ദർ പെർഫോമൻസ്. കുട്ടികളുടെ പെർഫോമൻസിന് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക. നമ്മൾ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ പരീക്ഷാ പേപ്പറുകൾ വേഗം തന്നെ വാലുവേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അവർ കുറച്ചുകൂടി പഠിക്കാനുള്ള താല്പര്യം കൂടെ അവർക്ക്. ആൻഡ് പ്രേസ് സ്റ്റുഡൻസ് ആൻസേഴ്സ് ആൻഡ് യൂസ് പ്രോബിങ്. എന്താണ്, കുട്ടികൾ ഉത്തരം പറയുന്ന സമയത്ത് അവരെ റീൻഫോഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോബിങ് ചെയ്യുക. എന്താണ്, ഉത്തരം പറയാൻ വേണ്ടി അവരെ നമ്മൾ സഹായിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ മൂലം ചിലപ്പോൾ അറിയുന്ന ഉത്തരം കൂടി പറയാൻ പറ്റാതെ വരും, അല്ലേ? അപ്പോൾ അവരെ പ്രോംപ്റ്റ് ചെയ്യുക, അവർക്ക് പറയാനുള്ള ഒരു സ്റ്റാർട്ടിങ് ഒക്കെ രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ആൻഡ് പ്രൊവൈഡ് മെനി കോൺക്രീറ്റ് റിയൽ ലൈഫ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. അവർക്ക് എന്താണ്, കോൺക്രീറ്റ് എക്സാമ്പിൾസ് കൊടുക്കുക, അതുപോലെ തന്നെ റിയൽ ലൈഫ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് അവർക്ക് കൊടുക്കുക. ആൻഡ് ഡ്രോസ് ഇൻഫറൻസസ് ഫ്രം എക്സാമ്പിൾ മോഡൽസ് ആൻഡ് യൂസ് അനലോഗീസ്. അവർക്ക് നമ്മൾ ക്ലാസ് റൂമിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് എക്സാമ്പിൾസുകൾ, അതുപോലെ തന്നെ മോഡൽസ്, അനലോഗീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് കംഫർട്ടബിൾ ഫോർ സ്റ്റുഡൻസ്. അലൗ സ്റ്റുഡൻസ് ടു സ്പീക്ക് ഫ്രീലി. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ഒരു ഫ്രീഡം അവർക്ക് അവിടെ, ഒരു സ്പേസ് അവർക്ക് ടീച്ചർ സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ആൻഡ് ടീച്ചേഴ്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ്ലി ഫാസ്റ്റ് പേസ്, സ്റ്റോപ്പിംഗ് ടു ചെക്ക് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എൻഗേജ്മെൻറ്റ്. എന്താണ്, നമ്മൾ ഒരു മിതമായ രീതിയിലായിരിക്കണം നമ്മളെ ടീച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്താ, ഭയങ്കര ഫാസ്റ്റായിട്ട് പോകരുത്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ, അവർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എൻഗേജ്ഡ് ആണോ, അതോ വേറെ എവിടെയെങ്കിലും ആണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കും. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് അറ്റ് ദ ലെവൽ ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ക്ലാസ്. എന്താണ്, എല്ലാ കുട്ടികളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹാസ് എ സെൻസ് ഓഫ് ഹ്യൂമർ. കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളതും ഒരു ഇഫക്റ്റീവ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യും. അടുത്തത് യൂസസ് നോൺ വെർബൽ ബിഹേവിയർ സച്ച് ആസ് ജസ്റ്റേഴ്സ്, വാക്കിംഗ് അറൗണ്ട് ആൻഡ് ഐ കോണ്ടാക്ട് റീഇൻഫോഴ്സ് ഹിസ് വർക്ക് കമൻറ്റ്സ്. എന്താണ്, ക്ലാസ് റൂമിൽ നോൺ വെർബൽ ബിഹേവിയർ ഉപയോഗിക്കുക, ജസ്റ്റേഴ്സ് ഉപയോഗിക്കാം, സ്ലോലി നമ്മൾക്ക് ക്ലാസ് റൂമിലൂടെ നടക്കാം, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ അവരെ റീഇൻഫോഴ്സ് ചെയ്യണം. പ്രസൻറ്റ് ഹിം ഓർ ഹെർസെൽഫ് ഇൻ ക്ലാസ് ആസ് റിയൽ പീപ്പിൾ. എന്താണ്, അവരായിട്ട് തന്നെ ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് ഫോക്കസ് ഓൺ ദ ക്ലാസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡസ് നോട്ട് ലെറ്റ് ക്ലാസ് ഗെറ്റ് സൈഡ് ട്രാക്ക്ഡ്. എന്താണ്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് മാറി വേറെ രീതിയിലേക്ക് പോകരുത്, അല്ലേ? നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കാണ്ട്, എന്നാൽ വേറെ കാര്യങ്ങളും നമ്മൾക്ക് ക്ലാസ് റൂമിൽ ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷേ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനെ തന്നെ ഫോക്കസ് ചെയ്യണം. യൂസ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ് ടു അസസ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ്. എന്താണ്, സ്റ്റുഡൻസിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ നമ്മൾക്ക് ഉപയോഗിക്കാം. അത് നമ്മൾക്ക് നമ്മുടെ ടീച്ചിങ്ങിനെ അസസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു ടീച്ചിങ്ങിന്